കാത്തിരിപ്പിനൊടുവിൽ നാളെ മുതൽ 3ാം സെമസ്റ്റർ പരീക്ഷകൾ തുടങ്ങാൻ പോവുകയാണല്ലോ. ഇതിനിടയിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടൈം ടേബിൾ നോക്കിയതിനു ശേഷം നാളത്തെ പരീക്ഷയും ടൈമും ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹോൾ ടിക്കറ്റിൻ്റെ കാര്യം മറക്കരുത്. ഹോൾ ടിക്കറ്റ് മുഖ്യം ബിഗിലെ SD അഥവാ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഗസറ്റഡ് ഓഫീസറിൻ്റെ സൈനും ദെൻ ഐഡൻറ്റിറ്റി കാർഡും നിർബന്ധമാണെന്ന കാര്യം മറക്കരുത്. ബാർകോഡ് സിസ്റ്റവും 24 പേജസിൻ്റെ ബുക്ക്ലെറ്റുമാണെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം എഴുതുകയും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുകയും വലിച്ചുവാരി എഴുതി പേപ്പർ കഴിഞ്ഞ് വേറെ ബുക്ക്ലെറ്റ് വാങ്ങിക്കാനുള്ള ശ്രമം നടത്തരുത്. അത് കിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അറിയാതെ എഴുതി പോകുമ്പോൾ അങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ നമ്മൾ കാണിക്കാറുണ്ട്. ആ കാര്യങ്ങൾ ഒഴിവാക്കുക. പരീക്ഷയ്ക്ക് മുമ്പ് ഹാഫ് ആൻ അവർ മുമ്പെങ്കിലും എത്തിയിരിക്കണമെന്ന മുഖ്യമായ കാര്യം നിങ്ങൾ മറക്കരുത്. ഞാൻ ഇന്ന് ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ബിറ്റെഴുതി ജയിക്കാനുള്ള മാർഗം പരമാവധി ഒഴിവാക്കുക. പിടിച്ചു കഴിഞ്ഞാൽ ഡീബാറും അതിനുശേഷമുള്ള കോൺസിക്വൻസസും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതിന് പകരമായി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട്സും പലതരത്തിലുള്ള വീഡിയോസും അവൈലബിൾ ആണ്. അത് കാണാൻ ശ്രമിക്കുക. അതൊരു ആവർത്തി എഴുതി നോക്കുന്നതും നല്ലതാണ്. വിദ്യാർത്ഥികളിൽ പലരും പഠിച്ച കാര്യങ്ങളിൽ പലതും റീകളക്ട് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അറിയാത്തവരാണ്. ഇതിൻ്റെ പ്രത്യേക കാരണം ഒരാവർത്തി വായിച്ച് നോക്കി എഴുതി പഠിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. അത് ഒഴിവാക്കുക. നിങ്ങൾ പഠിച്ച ശേഷം ഒരു ഫ്ലോ ചാർട്ടൊക്കെ എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ പലരും മറക്കാറുണ്ട്. ഞാൻ എല്ലാം എഴുതി, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ല. അപ്പോൾ എന്താണ് ചെയ്യുക? ആയതുകൊണ്ട് എൻ്റെ മാർക്ക് പോകുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഉത്തരം എഴുതുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നതും എഴുതിയ ശേഷം ഒരു ആവർത്തി വായിച്ച് നോക്കുന്നതും മെയിൻ പോയിൻറ്റ്സിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുന്നതും ഫ്ലോ ചാർട്ടായിട്ടുള്ള എഡ്ജ് പോയിൻറ്റ്സ് ഉൾപ്പെടുത്തുന്നതും 10 മിനിറ്റ് മുമ്പ് പരീക്ഷ അവസാനിപ്പിച്ച് ഓൾ ഇൻ ഓൾ പേപ്പറൊന്ന് നോക്കി തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുക. നാളെ മുതൽ തുടങ്ങാൻ പോകുന്ന 3ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.